ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നീരുവിൻ്റെ ആൽബം കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേയുടെ ഉണ്ട്, അതേപോലെ വളകാപ്പിൻ്റെ ഉണ്ട്, പിന്നെ അവൻ്റെ കുഞ്ഞായിരുന്നപ്പോൾ ഉള്ള കുറേ ഫോട്ടോസും ചോറൂണ്, അതേപോലെ തന്നെ അവൻ്റെ 28 ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഈ ആൽബം ഞങ്ങൾ ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം ഈ എടുത്തിരിക്കുന്ന ഫോട്ടോസൊക്കെ അവനൊരു 2 വയസ്സാവാറ് 1.5 വയസ്സൊക്കെ ഉള്ളപ്പോൾ ഉള്ള ഫോട്ടോസാണ്. അത് ഞങ്ങൾ കോട്ടയിലും വാടികയിലൊക്കെ പോയി എടുത്താണ്. അനിയനാണ് ഈ ഫോട്ടോസൊക്കെ എടുത്തിരിക്കുന്നത്. അപ്പം ഞങ്ങൾക്ക് സ്വന്തമായിട്ട് സ്റ്റുഡിയോ ഉണ്ട്. അനിയനൊരു ഫോട്ടോഗ്രാഫറാണ്. അപ്പം അതുകൊണ്ട് ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് ആൾ നമ്മുടെ കൂടെയുണ്ട്. നീരുവിൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ ഞങ്ങൾ അത്യാവശ്യം ഗ്രാൻഡായിട്ട് തന്നെയാണ് നടത്തിയത്. കാരണം ഞങ്ങളുടെ കല്യാണം കൊറോണ ടൈമിലായതുകൊണ്ട് ആരെയും ഒന്നും വിളിക്കാനൊന്നും പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് ബർത്ത്ഡേ വന്നപ്പോൾ ഞങ്ങൾ കുറച്ച് പേരെയൊക്കെ വിളിച്ച് ഗ്രാൻഡായിട്ട് തന്നെ നടത്തി. ഒരു ഹോളൊക്കെ ബുക്ക് ചെയ്ത് ഡെക്കറേഷനൊക്കെ അറേഞ്ച് ചെയ്ത് ഈവനിങ് പരിപാടിയായിട്ടാണ് നടത്തിയത്. കാരണം എല്ലാവർക്കും വരാനുള്ള സൗകര്യം കൂടെ ആയതുകൊണ്ട്. ഉച്ചയ്ക്ക് 3:30 അവൻ ജനിച്ചത്. പക്ഷേ ഞങ്ങൾ ഒരു 5 മണി കഴിഞ്ഞിട്ടാണ് പ്രോഗ്രാമൊക്കെ വെച്ചത്. ബന്ധുക്കളും അതേപോലെ ഏട്ടൻ്റെ ഫ്രണ്ട്സും എൻ്റെ വീട്ടിൽ നിന്നും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവൻ്റെ കേക്കൊക്കെ കസ്റ്റമൈസ് ചെയ്തിട്ടാണ് എടുത്തത്. ജസ്റ്റ് ബേക്കിൽ നിന്നാണ് എടുത്തത്. അപ്പോൾ അവന് പരിചയമുള്ള എന്തെങ്കിലും കേക്ക് വേണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആന അവന് പരിചയം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ആന തന്നെ ഒരു ജംഗിൾ തീം എടുത്തു. അപ്പോൾ ആനയൊക്കെ വെച്ച് ഇൻക്ലൂഡ് ചെയ്തൊരു കേക്കാണ് വാങ്ങിയത്. പിന്നെ അവൻ്റെ ഡ്രസ്സിനൊക്കെ വേണ്ടി ഞങ്ങൾ കുറേ കടകൾ കയറി ഇറങ്ങി. അവന് ഫസ്റ്റ് ഡ്രസ്സ് എടുത്തിട്ട് അതനുസരിച്ചിട്ട് ഞങ്ങൾക്കും എടുക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ അവന് വൈറ്റ് ആൻഡ് ബ്ലൂ ആണ് കിട്ടിയത്. അപ്പോൾ അതനുസരിച്ച് ഞങ്ങളെല്ലാവരും നേവി ബ്ലൂ കളർ എടുത്തു. പിന്നെ ഇത് സെക്കൻഡ് മാറിയ ഡ്രസ്സാണ്. പിന്നെ എല്ലാവരും ഗിഫ്റ്റൊക്കെ കൊണ്ടുവന്നു. കുറേ ഗിഫ്റ്റുകൾ കിട്ടി. വണ്ടികൾ തന്നെ 3-4 അവന് കിട്ടി. സൈക്കിളൊക്കെ അന്ന് കിട്ടിയതാണ്. പിന്നെ അതാ നച്ചു അവനും കൂടെ ഉള്ള ഫോട്ടോസൊക്കെ ഉണ്ട്. ഇത് ഞങ്ങളുടെ ഫാമിലി ഫോട്ടോസാണ്. എൻ്റെ വീടും ഇവിടെ എൻ്റെ അടുത്തും. പിന്നെ ഇത് ഞങ്ങളുടെ കുഞ്ഞു ഫാമിലി. ഇതൊക്കെ ഞങ്ങൾ വാടികയിൽ എടുത്ത ഫോട്ടോസാണ്. അത് ഓടി നടക്കുന്നതുകൊണ്ട് എങ്ങും നിന്ന് ഫോട്ടോ എടുക്കാൻ സമ്മതിക്കത്തില്ല. അപ്പോൾ ഇങ്ങനെ പോകുന്ന വഴിക്കൊക്കെ നിന്ന് ഫോട്ടോ എടുക്കുമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് എൻ്റെ വളകാപ്പിൻ്റെ ഫോട്ടോസാണ് വരുന്നത്. അത് ഓരോ ഞങ്ങൾ വീടിൻ്റെ മുകളിൽ തന്നെയാണ് ചെയ്തത്. അത് സെപ്റ്റംബർ 5 ആയിരുന്നു 2022 വളകാപ്പ് നടന്നത്. എനിക്ക് 7-ാം മാസം സ്റ്റാർട്ടിങ് ആയിരുന്നു. ഇത് അമ്മയാണ്. അമ്മ എനിക്ക് പൊട്ട് വെച്ച് തരും. അമ്മ അച്ഛനും പൊട്ട് വെച്ചിരുന്നതാണ്. പാലക്കാടൊക്കെയാണ് കൂടുതൽ എനിക്ക് തോന്നുന്നു വളകാപ്പിൻ്റെ ഇതൊക്കെ കൂടുതലുള്ള. ഞങ്ങളുടെ ആ സൈഡിലോട്ടൊന്നും അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. കാരണം 7-ാം മാസം 9-ാം മാസത്തിൽ 5-ാം മാസത്തിലൊക്കെ പോയി വിളിച്ചുകൊണ്ട് വരും, അത്രേ ഉള്ളൂ ഞാൻ കണ്ടിട്ടുള്ളൂ. ഇനി ഇതിൽ കൂടുതൽ ചടങ്ങുണ്ടോയെന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ ഇവിടെ നല്ല ഗ്രാൻഡായിട്ടൊക്കെ തന്നെയാണ് വളകാപ്പൊക്കെ നടത്തുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഈ വേപ്പിൻ്റെ തണ്ട് വെച്ചിട്ട് വളയിടും. അതിന് ശേഷമാണ് സ്വർണ്ണവള, അതുപോലെ തന്നെ വെള്ളിവള, പിന്നെ കുപ്പിവള അതൊക്കെ ഇടുന്നത്. അപ്പം അന്ന് എൻ്റെ ഏട്ടന്മാരൊക്കെ അന്ന് ഉണ്ടായിരുന്നു കൂടെ. കാരണം മൂത്ത ചേട്ടനാണെങ്കിൽ എൻ്റെ കല്യാണത്തിനില്ലായിരുന്നു. അപ്പോൾ അവർ 3 പേരും ഒരുമിച്ചുള്ള ഒരു ഫോട്ടോ ഒക്കെ അന്ന് കിട്ടി. അതേപോലെ ഞങ്ങൾ 3 പേരും. പിന്നെ ഞങ്ങളുടെ ഫാമിലി ഫോട്ടോ. നച്ചു ഒന്ന് വളരെ ചെറുതായിരുന്നു. നച്ചുവിനൊന്ന് 7 മാസം ഉണ്ടാവുള്ളൂ. ഇവിടെ അത്യാവശ്യം ഗ്രാൻഡായിട്ടാണ് വളകാപ്പൊക്കെ നടത്തുന്നത്. ഉച്ചയ്ക്ക് സദ്യയൊക്കെ കാണും. അതല്ലാതെ നമ്മൾ 5 തരം റൈസ് വെക്കും. ലെമൺ റൈസ്, ടൊമാറ്റോ റൈസ്, കേർഡ് റൈസ്, അങ്ങനെ കുറേ ഉണ്ട്. അപ്പം ഇതെല്ലാം വെച്ചിട്ടാണ് ചോറ് കൊടുക്കുന്നത്. പിന്നെ ഇത് കണ്ടില്ലേ, ഞങ്ങളുടെ ഓരോ മാസത്തെയും എന്നുവെച്ചാൽ ഫസ്റ്റ് മന്ത്, സെക്കൻഡ് മന്ത്, അങ്ങനെ ഓരോ മാസം 9-ാം മാസം വരെയുള്ള ഫോട്ടോസ് ഉണ്ട്. അതൊക്കെ ഞാൻ ഫോണിലെടുത്താണ്. പിന്നെ അതൊക്കെ അനിയൻ്റെ കൊടുത്ത് ആൽബം ആക്കി. പിന്നെ ഇത് അവൻ്റെ കുളിക്കുന്നത്, ഫസ്റ്റ് ചിരി, ഫസ്റ്റ് ആഴ്ചയിലുള്ളത്. പിന്നെ അവൻ്റെ ഓരോ മാസത്തെയും ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അതിടാൻ മറന്നുപോയി. പിന്നെ ഇത് അവൻ്റെ 28-ാണ്. പിന്നെ അവൻ്റെ ഓരോ മാസത്തെ ഫോട്ടോസ് ഉണ്ടല്ലോ, അത് ഞാൻ ഡെക്കറേഷനൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു ബർത്ത്ഡേക്ക്. അപ്പോൾ ഇതിനകത്ത് ഞാൻ എപ്പോഴെങ്കിലും ആഡ് ചെയ്യും. പിന്നെ ലാസ്റ്റ് പേജിലാണെങ്കിൽ ഞാൻ ആഡ് ചെയ്യും. പിന്നെ ഇതൊക്കെ ഞങ്ങളുടെ ഓരോ മൊമെൻറ്റ്സാണ്. അവൻ്റെ 2.5 മാസത്തിലെ അത് തൊട്ടി കിടക്കുന്നത്, പിന്നെ ചോറൂണ് കഴിഞ്ഞിട്ട് ഞങ്ങൾ അമ്പലത്തിൽ പോകുന്നത്. ഇതൊക്കെ പിന്നെ വാടികയിലെടുത്താണ്. റീസെൻ്റായിട്ടുള്ള ഫോട്ടോസാണ്. ഇതൊക്കെ എടുക്കാൻ വളരെ പാടായിരുന്നു. കാരണം ഇപ്പോൾ ഓടി നടക്കുന്ന പ്രായമുണ്ട്. ഒരിടത്ത് നിന്ന് ഫോട്ടോ എടുക്കലൊന്നും നടക്കത്തില്ല. എപ്പോഴെങ്കിലും കിട്ടുമ്പോൾ കിട്ടട്ടെ എന്നുള്ള രീതിയിലാണ് എടുക്കുന്നത്. പിന്നെ ഇത് ചോറൂണിൻ്റെയാണ്, ഗുരുവായൂർ. പിന്നെ ഞങ്ങളുടെ ഫങ്ഷൻസൊക്കെ വരുന്ന സമയത്ത് അനിയൻ്റെ ഫ്രണ്ട്സായിരിക്കും ഫോട്ടോസൊക്കെ എടുക്കുന്നത്. അനിയൻ അന്നേരം തിരക്കായിരിക്കും. പിന്നെ എഡിറ്റിംഗ് ഒക്കെ അനിയൻ തന്നെ ചെയ്യും. പാർട്ട് വെഡിങ് എന്നാണ് ഞങ്ങളുടെ സ്റ്റുഡിയോയുടെ പേര്. പാലക്കാടും അതുപോലെ തന്നെ പാലക്കാടിന് പുറത്തും വർക്കുകളുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ബൈ.